പുറത്തുവിട്ടാൽ എന്താകുമെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള നിലപാടുകളാണിപ്പോൾ പ്രതി ചെന്താമര കോടതിയിൽ സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നാലേ അറിയൂ, എന്റെ വഴിയിൽ തടസ്സം നിന്നാൽ ഇങ്ങനെ പെരുമാറും. ഗോകുൽ, തീർച്ചയായും ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അത്ര മാത്രം നാടകീയമായുള്ള രീതിയിലാണ്, കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഒരു പ്രതി നീങ്ങുന്നത്. കോടതിയിലും വെല്ലുവിളി തുടരുകയാണ്. എഴുതാൻ പറ്റുന്നത് എഴുതിക്കോ എന്നാണ് ജഡ്ജിയോട് പറയുന്നത്. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന തർക്കത്തിൽ നീ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ജഡ്ജിയോട് പറയുന്നത്. എഴുതാൻ പറ്റുന്നത് എഴുതിക്കോ എന്നാണ് ജഡ്ജിയോട് പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലേ അറിയൂ, എൻ്റെ വഴിയിൽ തടസ്സം നിന്നാൽ ഇങ്ങനെ തന്നെ പെരുമാറും എന്നുള്ളൊരു നിലപാട് ചെന്താമര എടുക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ കോടതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കങ്ങനെ കണ്ടിട്ടില്ല, കേട്ടുകേൾവി പോലുമില്ല. അങ്ങനെ കാര്യങ്ങളാണ് ചെന്താമരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സൈക്കോ എന്ന് പറഞ്ഞാൽ പോരാ, സൈക്കോൻ്റെയൊക്കെ വേറെ ലെവൽ എന്ന് പറയണ്ടേ, അത്തരത്തിലുള്ളൊരു ലെവൽ സൈക്കോത്തരമാണ് ഇപ്പോൾ ചെന്താമര കോടതി മുറിയിൽ കാണിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. കാരണം ഇങ്ങനെയൊന്നുമുള്ള സംഭവങ്ങൾ നമ്മുടെ കോടതി മുറികളിലൊന്നും തന്നെ ഉണ്ടാകാറില്ല. അങ്ങനെയുള്ള കേൾവികളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ളൊരു പരാമർശങ്ങളാണ് ചെന്താമരയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ കോടതിയിൽ ഇപ്പോൾ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ശേഷം സ്വാഭാവികമായൊരു നടപടിക്രമമാണ് ഈ പ്രതിക്ക്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നത് കോടതിയുടെ ഏറ്റവും സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ്. ഇന്ന് വരെ ഒരു കോടതിയും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. പറയാൻ പറഞ്ഞപ്പോൾ ഈ പ്രതി പറയുന്നത്, ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയൊന്നുമല്ല, വേണ്ടി വന്നാൽ മറ്റുള്ളവരെയും കൊല്ലും, എന്നെ തൂക്കിക്കൊന്നാലും കുഴപ്പമില്ല, എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതിക്കോ, നിങ്ങൾക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാലേ അറിയൂ, എൻ്റെ വഴിയിൽ തടസ്സം നിന്നാൽ ഇങ്ങനെ പെരുമാറുമെന്ന് പറയുന്ന ഈ പ്രതിയെയാണ് നേരത്തെ ജാമ്യത്തിൽ വിട്ടത്. ആ ജാമ്യത്തിൽ വിട്ടത് കൊണ്ട് മാത്രം 2 മനുഷ്യന്മാരുടെ കൂടി ജീവൻ, 55 വയസ്സുള്ള ഒരു ഗൃഹനാഥൻ്റെയും വൃദ്ധയായ ഒരു അമ്മയുടെയും ജീവൻ എടുത്ത് തിരികെ കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ കൊടും കുറ്റവാളിയായ പ്രതി. അപ്പോൾ സ്വാഭാവികമായും ഇതിലപ്പുറവും പറയുമെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ കോടതി മുറിയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശിക്ഷാവിധി ഇന്നുണ്ടായേക്കില്ല. ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു.